ജെഎസ് നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിലൊക്കെ അടുക്കളത്തോട്ടം അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മണ്ണിലൊക്കെ നേരിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് വെള്ളീച്ച അല്ലെങ്കിൽ മീലിമുട്ട തുടങ്ങിയവയുടെ ശല്യങ്ങളൊക്കെ. അപ്പോൾ ഇവയെ നിയന്ത്രിക്കാൻ നമ്മുടെ വീട്ടിലെ വസ്തുക്കൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ജെഎസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വെണ്ട പ്ലാന്റ്സൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ഗ്രോത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ ഇങ്ങനെ കുറഞ്ഞ സമയത്ത് നമ്മൾ അവയെ സന്ദർശിക്കാനായിട്ട് എത്തിയ സമയത്താട്ടോ നമ്മുടെ കണ്ണിൽ വേറൊരു ഇത് പെട്ടത്. അപ്പോൾ നമ്മുടെ വെണ്ടക്ക തൈയൊക്കെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇതുപോലെ കണ്ടോ, ഈ ഒരു ശല്യം, ഈ ഒരു മീലിമൂട്ടകളൊക്കെ ധാരാളമായിട്ട് ആക്രമണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഉറുമ്പുകളൊക്കെ ധാരാളമായിട്ട് കണ്ടപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിച്ചത്. കണ്ടോ, എല്ലാ ഇലയുടെയും അടിവശത്ത് മീലിമുട്ട ധാരാളമായിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്തുണ്ടോ നമ്മുടെ വെണ്ടക്ക ചെറുതായിട്ട് ഉണ്ടാവുന്നതേ ഉള്ളൂ, അതിൽ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ തൈൻ്റെ അടിയിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവ ഈ മറ്റു ലീവ്സിൽ മറ്റു പ്ലാന്റുകളിലേക്കൊക്കെ പടരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവറ്റകളുടെ ശല്യം ഒഴിവാക്കണം. ഈ ഒരു 2 പ്ലാന്റ്സിലാണ് നമ്മൾ കണ്ടുവന്ന് തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ്സിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്, പക്ഷെ അത്ര തന്നെ ഈ ഒരു പ്ലാന്റ്സിൽ ഇല്ല. അപ്പോൾ ഇത് മറ്റു പ്ലാന്റ്സിലേക്ക് പടരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവറ്റകളുടെ ശല്യം ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മളൊരു കപ്പിൽ ഏകദേശം ഒരു കാഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ബാർ സോപ്പില്ല, നമ്മൾ അലക്കുന്ന ബാർ സോപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. നന്നായിട്ട് പതയുന്ന രീതിയിലെത്തുന്നത് വരെ നമ്മൾ ഷെയ്ക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ പതയ രൂപത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ അപ്പക്കാരം, അപ്പസോഡ എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ അതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് 1 ലിറ്റർ ലായനിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അളവ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് നീം ഓയിലാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ലായനിയിലേക്ക് 1 അടപ്പോളം നമ്മൾ വേപ്പെണ്ണ, നീം ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഈ വേപ്പെണ്ണ ആ ഒരു ഭാഗത്ത് ഈ ഇലയിലും അതുപോലെ തന്നെ കായിലൊക്കെ പ്ലാന്റിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീം ഓയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്പ്രേ ഉപയോഗിക്കുന്ന തരത്തിൽ വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ 1 ലിറ്റർ കുപ്പിയിലേക്ക് ഈ ഒരു ലായനി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു അടപ്പിട്ടതിന് ശേഷം ഈ ഒരു ടോപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ചെടികളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലിക്വിഡ് നന്നായിട്ട് തന്നെ ഷേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഇലയുടെ അടിയിലും അതുപോലെ തന്നെ ആ കായിലൊക്കെ ബാധിച്ചിട്ടുള്ള ആ കായിലൊക്കെ നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കീടബാധ വന്നിട്ടുള്ള പ്ലാന്റിൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മൾ മറ്റ് പ്ലാന്റിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്.
പിന്നെ നമ്മൾ ഈ ഇങ്ങനത്തെ ഇതുപോലുള്ള ലായനികളൊക്കെ പ്രയോഗിക്കുമ്പോൾ ചെടികളിലൊക്കെ പ്രയോഗിക്കുന്ന സമയത്ത് അത് വൈകുന്നേര സമയത്താവാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ അത് നല്ലപോലെ പ്ലാന്റിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.